വനിതാ സംവരണ ബിൽ പാസ്സാകുന്നതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം അടിമുടി മാറും. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഏത് മുന്നണിയാകും 71 സീറ്റുകളുടെ ഭൂരിപക്ഷം സ്വന്തമാക്കി അധികാരത്തിലെത്തുക എന്ന ചർച്ചകൾ സംസ്ഥാനത്താകെ ശക്തമാണ്. ഇതിനിടെ പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ഒരുപക്ഷെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് 71 സീറ്റുകൾ പോരാതെ വരും. സംസ്ഥാനത്ത് നിലവിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. എന്നാൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം 50% വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ വാഗ്ദാനം നടപ്പായാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ 210 ഉയരാനിടയുണ്ട്. അങ്ങനെ വന്നാൽ ഭൂരിപക്ഷം നേടാൻ വേണ്ട സീറ്റുകൾ 71 നിന്ന് 106 ഉയരും. ഇതോടെ CPM, കോൺഗ്രസ്, BJP എന്നീ പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 100 മുകളിലേക്ക് ഉയരുമെന്നാണ് വിലയിരുത്തൽ. ഘടകകക്ഷികളായ മുസ്ലിം ലീഗും CPI ഉൾപ്പെടെ മറ്റു ചെറിയ കക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തും. അതേസമയം വനിതാ സംവരണം നടപ്പിലാകുന്നതോടെ പല പുരുഷ നേതാക്കൾക്കും പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന കുത്തക മണ്ഡലങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ആദ്യമായി 140 മണ്ഡലങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1977-ലാണ്. അതിനു മുമ്പ് മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 1957-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ 114 മണ്ഡലങ്ങളായിരുന്നു. 1965-ലെ പുനർനിർണയത്തിന് ശേഷം ഇത് 133 67-70 തെരഞ്ഞെടുപ്പുകളിൽ 133 മണ്ഡലങ്ങളായിരുന്നു. 77 മുതൽ ഇന്ന് വരെ 140 മണ്ഡലങ്ങളാണ് നിലനിൽക്കുന്നത്. 2008-ൽ പുനർനിർണയം നടന്നെങ്കിലും 2011 തെരഞ്ഞെടുപ്പ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നില്ല. ഭാവിയിൽ മണ്ഡലങ്ങളുടെ കൃത്യമായ എണ്ണം തീരുമാനിക്കുന്നത് അടുത്ത സെൻസസ് അടിസ്ഥാനമാക്കിയാകും. 140 മണ്ഡലങ്ങൾ നിശ്ചയിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ 2.13 കോടിയായിരുന്നു. 2011-ൽ ഇത് 3.34 കോടിയായി ഉയർന്നു. പുതിയ ജനസംഖ്യാ കണക്കുകൾ പ്രകാരം മണ്ഡല പുനർനിർണയം നടന്ന ശേഷമേ അന്തിമ ചിത്രം വ്യക്തമാകൂ. വിസ്തൃതിയിൽ ഏറ്റവും വലിയ മണ്ഡലം പത്തനംതിട്ടയിലെ കോന്നിയാണ്. വനമേഖലകൾ കൂടുതലുള്ള മണ്ഡലമാണിത്. ഇടുക്കിയിലെ ഉടുമ്പൻചോല, ദേവികുളം എന്നിവയും വിസ്തൃതിയിൽ മുന്നിലാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ മണ്ഡലമാണ് മുന്നിൽ. ഏകദേശം 2.55 ലക്ഷം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും കുറഞ്ഞ വോട്ടർമാർ ഉള്ളത് എറണാകുളം മണ്ഡലത്തിലാണ്. ഈ ബില്ല് പാസ്സായാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളും 20-ൽ നിന്ന് 30 ഉയരാനിടയുണ്ട്. 1957-ൽ 18 ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് 19 77 മുതൽ 2024 വരെ 20 സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. പുതിയ പുനർനിർണയത്തോടെ ഇതിൽ വൻ വർധനവ് പ്രതീക്ഷിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ വനിതാ സംവരണ ബിൽ പാസ്സാകുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും. മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നതും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതും അടുത്ത തെരഞ്ഞെടുപ്പുകളെ കൂടുതൽ തീവ്രമാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.